പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ ദയനീയമായ പരാജയം തീർച്ചയായും കേരളത്തിലെ BJP പ്രവർത്തകർ മുഴുവൻ ചർച്ച ചെയ്യേണ്ടതാണ്. വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. മുൻ അധ്യക്ഷൻ CK പത്മനാഭൻ ഇക്കാര്യം പരാമർശിച്ചു. ആദ്യം ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ നോക്ക്. സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ വിചിത്രമായിട്ടുള്ളൊരു വളരെ അപഹാസ്യമായിട്ടുള്ളൊരു നടപടിയാണ്, ഒരു കോമാളിക്കളിയാണ്. ഇനി ഒന്ന് ഭീഷണിപ്പെടുത്താനാണെങ്കിൽ അതിന് അദ്ദേഹം നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരിക്കും. ഒരു തിരിച്ചുവരവ് സാധിക്കാത്ത മണ്ഡലമൊന്നുമല്ല പാലക്കാട്. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. ഉറപ്പായിട്ടും അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇന്ന് 28 ആണെങ്കിൽ 35 സീറ്റോട് കൂടിയിട്ട് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും അടുത്തുള്ള പഞ്ചായത്തുകളിലും എങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കല തുഴിയിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ നിന്നാണ് വോട്ടുകോട്ട പളുങ്ക് പാത്രം കണക്കെ ചിതറിയത്. കൃഷ്ണകുമാറിനേക്കാൾ അവർക്ക് എതിർപ്പ് കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനിമോളോടാണ്. ഇതേതായി ഒരേ ഒരു വേഷം. ചുള്ള ചായക്കൊപ്പം ചുള്ള വാർത്തകൾ 200 വോട്ടുകൾക്ക് മുന്നിലാണ്. UDF LDF ക്യാമ്പുകളിൽ മ്ലാനത പരക്കാൻ സമയമായോ? BJP ലീഡ് ഉയർത്തിയിരിക്കുന്നു. BJPയുടെ ലീഡ് 1116. എന്തെങ്കിലും BJPക്ക് തിരിച്ചു വരാനൊരു സാധ്യതയുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമാണ്. BJPക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വാര്യരും ഒരു നായരും ഇതിലൊരു ബാധകമല്ല. ഒരു നായർക്ക് ഒരു വാര്യർക്ക് ഇതിലൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത് അങ്ങനെ വാര്യർ എഫക്റ്റ് ഒന്നുമല്ല. ദല്ലാൽ രാഷ്ട്രീയത്തിന്റെ ഇടനിലക്കാരനായ C കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ച് തന്നെയാണ് BJPയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. C കൃഷ്ണകുമാറിന്റെ ലീഡ് വെറും 1366 ഒതുങ്ങി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. ഇനി C കൃഷ്ണകുമാർ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും 29,355 വോട്ട് കിട്ടിയ സ്ഥലത്താണ് അതേ C കൃഷ്ണകുമാർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 2000-ഓളം വോട്ട് കുറയുന്നത്. അല്ലല്ല, അതെ, അത് ഞാൻ പറയുന്നത് സിറ്റിംഗ് സീറ്റിലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ചു. ഞങ്ങൾ കഴിഞ്ഞ തവണയും ജയിക്കാത്ത ഒരു സീറ്റിലാണ് നിങ്ങൾ, ശ്രീധരൻ സാർ മത്സരിച്ചിട്ടും ജയിക്കാത്ത ഒരു സീറ്റിലാണ് നിങ്ങൾ ഈ ഇത്രയും ആകാംക്ഷ കാണിക്കുന്നത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. നീ ആള് മാറിപ്പോയല്ലടാ കുഞ്ഞുണ്ണി. ഒരുമാതിരി തേവിരുന്ന മുഖമൊക്കെ ചീർത്ത് വീങ്ങിയല്ല. K സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജിമെന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടിക്ക് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് A ക്ലാസ് മണ്ഡലം എന്നുള്ള മഹാരാഷ്ട്രയിലെയും മറ്റു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തില്ല എന്നുള്ളത് ഒരു നീതികേടായി. ഓരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ചരിത്രത്തിൽ ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ BJP എന്ന് എഴുതി കൊടുത്ത. ഇന്ന് ഞാൻ അവളെ കൊല്ലും. അവൾ എന്തിനുള്ള പുറപ്പാടായി തോന്നേണ്ടത്. അല്ലല്ല, അതെ, അത് ഞാൻ പറയുന്നത് പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. കോൺഗ്രസ് അവിടെ 3ാമത് പോകുമെന്നും BJP 1ാമതെത്തും എന്നും ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിച്ചിട്ട് ഇറങ്ങി വന്ന് ഉള്ളിയാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. K സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജിമെന്ന് അടിച്ച് പുറത്താക്കി
ചാണകവെള്ളം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നാണം കെട്ട തോൽവി സമവാക്യങ്ങളിൽ മാറ്റം വരുത്തുന്നു. സുരേന്ദ്രനെയും മൂടുതാങ്ങികളെയും ചോദ്യം ചെയ്താൽ പാർട്ടിക്ക് പുറത്തേക്ക് വഴി തുറന്നു തരുമെന്ന് അവർക്കറിയാം. എന്നാൽ അധികകാലം ഇങ്ങനെ മൗനിയായിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുരേന്ദ്രനെ മാറ്റണം എന്ന് മുറവിളി പാർട്ടി വൃത്തങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട്ടെ പ്രാദേശിക നേതാക്കളാണ് ആദ്യം കലാപമുയർത്തിയത്. പാലക്കാട്ടെ സാധാരണ BJP പ്രവർത്തകർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാജനെ പോലുള്ള ഏറ്റവും മുതിർന്ന നേതാവ് വരെ രംഗത്ത് വന്നു. ശിവരാജൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത തോൽവിയാണ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ആർക്കാണോ അവർ അത് ഏറ്റെടുക്കണം. എല്ലാം തുളച്ചപ്പോ നിനക്ക് സമാധാനമല്ലേ? നിന്നെ കൊല്ലു. 9ാം തവണയും പോരാട്ടത്തിനിറങ്ങിയ സ്ഥാനാർത്ഥിയോടുള്ള സ്വാഭാവിക മടുപ്പ്. എനിക്ക് നാണമില്ല. ഞാനെന്ന് പറഞ്ഞ ഉൾപ്പ് തീരുമാനിക്കുന്ന മിനിമോളാണ്. മിനിമോളുടെ ഉഗ്രശാസനയ്ക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവാൻ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് ശേഷിയില്ല. വാസ്തവത്തിൽ കൃഷ്ണകുമാർ മികച്ച നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ്. പക്ഷേ മിനിമോളുടെ ഉഗ്രശാസനയ്ക്ക് ചുറ്റും കിടന്ന് പിടയാൻ മാത്രമാണ് കൃഷ്ണകുമാറിന്റെ വിധി. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് മിനിമോളാണ്. ആരെ അകറ്റണം, ആരെ അടുപ്പിക്കണം, ആരെ വെറുപ്പിക്കണം, ആരെ പുറത്താക്കണം, ആരെ ചേർത്ത് നിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മിനിമോൾ മാത്രമാണ്. പോയി ചത്തുടണം. പാരഡൈസ് കമ്പനി വീണ്ടും കാണാം ചൂടുള്ള ചായക്കൊപ്പം. സമാധാനമായ